ഹലോ എവരി വൺ. ഇന്ന് നവംബർ 13 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഫസ്റ്റ് എവർ സ്പേസ് എക്സസൈസ് അന്തരിക്ഷ അഭ്യാസ് 2024 ഹോസ്റ്റഡ് ബൈ ഡിഫൻസ് സ്പേസ് ഏജൻസി ബിഗിൻസ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് അന്തരിക്ഷ അഭ്യാസ് 2024 ഹോസ്റ്റഡ് ബൈ ഡിഫൻസ് സ്പേസ് ഏജൻസി നടത്തുന്ന ഹോസ്റ്റ് ചെയ്ത ഈ അന്തരിക്ഷ അഭ്യാസ് സ്റ്റാർട്ട് ചെയ്തു, ബിഗിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. അന്തരിക്ഷ അഭ്യാസ് 2024 എ 3-day exercise to war game the growing threats from and to space-based assets and services is being conducted by the Defence Space Agency of Headquarters Integrated Defence Staff from 11th to 13th November 2024. അപ്പോൾ അന്തരിക്ഷ അഭ്യാസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ഫ്രം 11th to 13th November ആണത്. അത് എൻഡായി, ഇന്നും കൂടിയാണ് അത് ഉണ്ടായിരിക്കുക. പിന്നെ എക്സസൈസ് അന്തരിക്ഷ അഭ്യാസ് ഈസ് ദ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹെൽപ്പ് സെക്യൂർ നാഷണൽ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഇൻ സ്പേസ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഇന്ത്യ സ്പേസ് കേപ്പബിലിറ്റി ഇൻ മിലിറ്ററി ഓപ്പറേഷൻസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ പവർ ആൻഡ് നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് സൈൻ 550 crore rupees ഡീൽ ഫോർ റിന്യൂവബിൾ എനർജി. അപ്പോൾ റിന്യൂവബിൾ എനർജി സെക്ടറിന് വേണ്ടിയിട്ട് ടാറ്റ പവറും അതേപോലെ നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടി ഒരു 550 കോടി രൂപയുടെ ഡീല് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. ടാറ്റ പവർ ഹാസ് എൻറ്റേർഡ് ഇൻ ടു എ 25-year long strategic partnership with the Noida International Airport for renewable energy integration, the company announced. The partnership will see a total investment of 550 crore rupees in solar and wind power supply, as well as a development of essential dry utilities and smart energy infrastructure. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Shri Amit Shah approves 3 projects of 725.62 crore rupees under expansion and modernization of fire services in the states. അപ്പോൾ ശ്രീ അമിത് ഷാ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് 3 projects of 725.62 crore rupees അണ്ടർ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഫയർ സർവീസസ് ഇൻ ദ സ്റ്റേറ്റ്സ് എന്നുള്ള ഇതിൽ അതിൻ്റെ അണ്ടറിൽ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. എ ഹൈ ലെവൽ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആയ അമിത് ഷാ അപ്രൂവ്സ് 3 projects of 725.62 crore rupees under expansion and modernization of fire services in the states for Chhattisgarh, Odisha and West Bengal. ഈ 3 സ്റ്റേറ്റ്സിനാണ് അത് കൊടുത്തിട്ടുള്ളത്, അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓക്കെ, IIT Madras and ISRO join forces to establish a research center for studying spacecraft and launch vehicle thermal management. അപ്പോൾ IIT മദ്രാസും ISROയും കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുക, എന്താ പറയുക, ജോയിൻറ്റ് ഫോഴ്സ്, അതായത് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് ടു എസ്റ്റാബ്ലിഷ് റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ സ്റ്റഡിയിങ് സ്പേസ് ക്രാഫ്റ്റ് ആൻഡ് ലോഞ്ച് വെഹിക്കിൾ തെർമൽ മാനേജ്മെൻറ്റ്. സ്പേസ് ക്രാഫ്റ്റിൻ്റെയും ലോഞ്ച് വെഹിക്കിളിൻ്റെയും തെർമൽ മാനേജ്മെൻറ്റിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ISROയും അതേപോലെ IIT മദ്രാസും കൂടിയിട്ട് കൊളാബറേറ്റ് ചെയ്തു, ജോയിൻ ഹാൻഡ്സ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആമസോൺ ലോഞ്ചസ് ഫെസിലിറ്റി ഇൻ ബംഗളൂരു ടു ട്രെയിൻ സ്കൂൾ സ്റ്റുഡൻസ് ഇൻ ടെക്. അപ്പോൾ നമുക്ക് വായിക്കാം. ആമസോൺ ഇന്ത്യ ലോഞ്ച്ഡ് എ ഫെസിലിറ്റി ഇൻ ബംഗളൂരു ദാറ്റ് വിൽ പ്രൊവൈഡ് അണ്ടർസർവ്ഡ് സ്കൂൾ സ്റ്റുഡൻസ് ഫ്രീ ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഇൻ റോബോട്ടിക്സ്, കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് 3D പ്രിൻറ്റിംഗ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ അവർക്ക് എന്താ പറയുക സ്കൂൾ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് എന്താ പറയുക അണ്ടർസർവ്ഡ് സ്കൂൾസിന് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു
ആമസോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ബംഗളൂരുവിൽ ഒരു ഫെസിലിറ്റി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വെറ്ററൻ ഫിലിം മേക്കർ ഫിലിപ്പ് നോയ്സ് ടു റിസീവ് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് അറ്റ് IFFI 2024. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഫിലിം മേക്കറായ ഫിലിപ്പ് നോയ്സിന് സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് IFFI 2024 കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. വെറ്ററൻ ഓസ്ട്രേലിയൻ ഫിലിം മേക്കർ ഫിലിപ്പ് നോയ്സ്, known for his work on a clear and present danger, salt and rabbit-proof fence, will receive the Satyajit Ray Lifetime Achievement Award at the 55th International Film Festival of India. 55th International Film Festival of India. The festival will take place from November 20th to 28th in Goa, with Australia as this year's country of focus. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്. വെറ്ററൻ ഫേമസ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഫിലിം മേക്കർ ഫിലിപ്പ് നോയ്സിന് ഈ പ്രാവശ്യത്തെ 55th എഡിഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. സോ ഫിലിംസ് വർക്ക് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ഡേഞ്ചർ, സാൾട്ട്, റാബിറ്റ് പ്രൂഫ് ഫെൻസ് എന്നൊക്കെ പറയുന്ന ഈ ഇതിനാണ് ഈ സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫിലിം മേക്കറായ ഫിലിപ്പ് നോയ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ ഈ വർഷത്തെ കൺട്രി ഓഫ് ഫോക്കസ് ഓഫ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ സെക്യൂർസ് പൊസിഷൻ ഇൻ ടോപ്പ് 10 കൺട്രീസ് ഇൻ പാറ്റൻസ്, ട്രേഡ്മാർക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻസ്, WIPO 2024 റിപ്പോർട്ട്. അപ്പോൾ വിപ്പോ റിപ്പോർട്ട് പ്രകാരം 2024 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ടോപ്പ് 10 കൺട്രീസിൽ പെട്ടിരിക്കുകയാണ് പാറ്റൻസ്, ട്രേഡ്മാർക്ക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസൈൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. The World Intellectual Property Organization, അതായത് വിപ്പോ, has published the World Intellectual Property Indicators underscoring global trends in intellectual property filings. The report reveals a significant growth in patent, trademark, and industrial design applications across top economies. India has secured a spot in the global top 10 for all three major intellectual property rights, patents, trademarks, and industrial designs. India continues to solidify its place as a global leader in the intellectual property landscape by showing substantial progress and marking new milestones in IP activity. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെ ന്യൂസ് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഒരു പേജിലും കൂടി ഉണ്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. October retail inflation hits 14-month high at 6.21%. Food prices soar 11%. അപ്പോൾ ഒക്ടോബർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 14-month ഹൈയിൽ എത്തിയിരിക്കുകയാണ്. 6.21% ആണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടച്ച് ചെയ്തിരിക്കുന്നത്. ഫുഡ് പ്രൈസസ് 11% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ 5%-നും കൂടുതൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് 11% ഇൻക്രീസ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷൻ റീച്ച്ഡ് 14-month ഹൈ ഓഫ് 6.21% in October, up from 5.49% in August, indicating persistent price pressures across sectors, the Ministry of Statistics and Program Implementation said. The data shows higher inflation in rural areas at 6.68% compared to 5.62% in urban regions. അപ്പോൾ ഒക്ടോബർ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 14-month ഹൈ ആണ് എത്തിയിരിക്കുന്നത് 6.21%. ഫുഡ് പ്രൈസസ് 11% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. 6.21%, 5.49% ആണ് ഓഗസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് 6.21% ആയിട്ട് ഇൻക്രീസ് ആയി. The Reserve Bank of India aims to keep inflation within a range of 2 to 6% with a medium term target of 4%. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫ്ലേഷനെ എപ്പോഴും 2 to 6% ഉള്ളിൽ നിർത്താനാണ് എയിം ചെയ്യുന്നത്. വിത്ത് എ മീഡിയം ടാർഗറ്റ്, അതിൻ്റെ ഒരു മീഡിയം ടാർഗറ്റ് 4% ആണ് അവർ എയിം ചെയ്യുന്നത്. The consumer food price index recorded a significant year-on-year inflation rate of 10.87%, driven largely by rising prices of vegetables, fruits, oils, and fats. In September, food inflation stood at 9.24%.
അപ്പോൾ സെപ്റ്റംബറിൽ ഫുഡ് ഇൻഫ്ലേഷൻ 9.24% ആണ് ഉണ്ടായിരുന്നത്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് സിഗ്നിഫിക്കൻറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 10.87% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അതായത് ഏകദേശം 11%. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട് ടേൺസ് ₹10 lakh into 7.5 crore rupees in 22 years. അപ്പോൾ ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട് 10 ലക്ഷം രൂപയെ 7.5 കോടി രൂപ 22 വർഷം കൊണ്ട് 7.5 കോടി രൂപയാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിത്തിൻ 22 ഇയേഴ്സിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ട്, one of India's largest and most successful multi-asset location funds, has achieved a remarkable milestone, completing 22 years of robust performance with a closing asset under management of 50,495.58 crore rupees as of September 30th, 2024. അപ്പോൾ ICICI Prudential ഇങ്ങനെയാണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. The fund now holds a dominant share of 48.29% in multi-asset allocation category, solidifying its position as preferred choice for investors seeking diversified long-term growth. An initial lump sum investment of 10 lakh rupees is made at the fund's inception would have grown to approximately 7.26 crore rupees by September 30, 2024. അപ്പോൾ ഈ ഫണ്ട് തുടങ്ങുന്ന സമയത്ത് 10 lakh rupees ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ അത് 7.26 crore rupees ആയി മാറിയിട്ടുണ്ടാവും ഈ 22 കൊല്ലം കൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 30th, 2024 ആകുമ്പോഴേക്കും അത് എത്ര ആയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഷോ സ്ട്രോങ് പെർഫോമൻസ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഫിസ്ക്കൽ ഇയർ 2024-25 വിത്ത് 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ഫിസ്ക്കൽ ഇയർ 2024-25 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് അതിലുണ്ടായിരിക്കുന്നത്. 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് അപ്രൂവ്സ് 12 റിസർച്ച് പ്രോജക്ട്സ് വർത്ത് 13 crore rupees അണ്ടർ ദ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മിഷൻ. അപ്പോൾ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മിഷൻ്റെ അണ്ടറിൽ 13 crore rupees ആണ് 12 റിസർച്ച് പ്രൊജക്ട്സിനായിട്ട് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.